ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്സ് ആണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ടോപ്സ് ആണ് കാണിച്ചു തരുന്നത്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷർട്ടാണ്. ഇത് മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ ആട്ടോ. അപ്പോൾ കുറച്ച് സീത്രൂ ആയിട്ടുള്ള ഷർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ക്യാമിസോൾ ആട്ടോ സ്യൂട്ടബിൾ ആവുന്നത്. പിന്നെ ഈ ബട്ടൺസൊക്കെ കവേർഡ് ആയിട്ടാട്ടോ വരുന്നത്. കണ്ടോ, ബട്ടൺസ് കാണത്തില്ല പുറത്തേക്ക്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ സെൽഫ് ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ തന്നെ ഒരു വർക്ക് വരുന്നുണ്ട്, മൊത്തം ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്ലീവ് ഇത്രയുണ്ട്, അറ്റത്ത് ബട്ടൺസ് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇൻസൈഡ് ആക്കിയിട്ട് സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ മേടിച്ച സൈസ് XL ആട്ടോ. എനിക്കിത് കറക്റ്റാണ്. അപ്പോൾ എൻ്റെ നോർമൽ സൈസ് വരുന്ന മീഡിയം സൈസാണ്. ഞാൻ 2 സൈസ് അപ്പാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 സൈസ് അപ്പ് മേടിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ഇൻസൈഡൊക്കെ ആക്കിയിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കും. ഞാനിവിടെ കാണിക്കുന്ന എല്ലാ ടോപ്സും സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 267 റുപ്പീസാണ്. പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തത് 246 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റഡ് ടോപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് ആട്ടോ. പിന്നെ ഷോൾഡറിൻ്റെ ഇവിടെ ചെറിയ എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും സ്മോക്ക്ഡ് ആയിട്ടുള്ള ടോപ്പാട്ടോ. സ്ലീവ് ഇത്രയും, സ്ലീവിൻ്റെ അറ്റത്ത് ഇവിടെ എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ഫ്രണ്ടിൽ, ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇത് വലിച്ചാൽ ഇവിടെ ഇങ്ങനെ ചുരുങ്ങി വരും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ ചുരുങ്ങി വരും. അങ്ങനെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നോർമൽ പോലെ അവിടെ ഇങ്ങനെ വലിക്കാണ്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ കേർവ്ഡ് ആയിട്ടും പിന്നെ ഇവിടെ ഇങ്ങനെ കയറി വരുവേ. ആൻഡ് നമുക്കിത് ഇവിടെ കെട്ടി വെക്കാം. എന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാട്ടോ. പിന്നെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം ക്രേപ്പ് എന്നാണ്. പക്ഷേ ഇത് ജോർജറ്റ് ആട്ടോ, ജോർജറ്റ് മെറ്റീരിയലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ് ആൻഡ് നല്ല കംഫർട്ടബിൾ ആട്ടോ. ഞാൻ മേടിച്ച സൈസ് മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ചില സ്മോക്ക്ഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ നമുക്ക് ഭയങ്കര ടൈറ്റ് ആവുമല്ലോ ഇവിടെ. പക്ഷേ ഇതാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റാണ്. ആൻഡ് ഇതിൻ്റെ വേറെ പല പ്രിൻറ്റും അവൈലബിൾ ആട്ടോ. എനിക്ക് തോന്നുന്നത് ചില പ്രിൻറ്റിന് വേറെ മെറ്റീരിയൽ ആട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മേടിച്ചാൽ മതി. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 289 റുപ്പീസാണ്. പിന്നെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 239 റുപ്പീസിനാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷ്രഗാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷ്രഗാട്ടോ. നമുക്കിതൊരു ടോപ്പ് മോഡലും ടോപ്പ് പോലെ ഇടാനും പറ്റും. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വലിയ സിബ്ബാട്ടോ വരുന്നത്. നമുക്ക് ഫുള്ളി ഇത് ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടോ. അപ്പോൾ നമുക്കൊരു ഓവർകോട്ട് പോലെ ഇടാം, അല്ലെങ്കിൽ ഒരു ടോപ്പ് പോലെയും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡാണ്. പിന്നെ ഇതിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി പോലെ ഉണ്ട്. ഇങ്ങനെ ഹക്കോബ മെറ്റീരിയൽ കണ്ടിട്ടില്ല, ആ ഒരു മോഡൽ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡാട്ടോ. അപ്പോൾ ഹക്കോബ ആ ഒരു മോഡലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ആൻഡ് സ്ലീവ് ആണെങ്കിൽ ഇത്രയുണ്ട്, ഒരു ഹാഫ് സ്ലീവ്. ആൻഡ് സ്ലീവിൻ്റെ ഇവിടെ ആണെങ്കിൽ പഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ഷ്രഗ് മേടിച്ചത് ലാർജ് സൈസിലാട്ടോ. നമ്മൾ ഓവർകോട്ട് മേടിക്കുമ്പോൾ ഒരു സൈസ് അപ്പ് മേടിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ ഉള്ളിലൊരു ടോപ്പും പിന്നെ അതിൻ്റെ മേലെ ആവില്ലേ ഈ ഒരു ഓവർകോട്ട് ഇടുന്നത്. അപ്പോൾ ഒരു സൈസ് അപ്പ് മേടിക്കുന്നത് നല്ലത്. ഞാൻ ലാർജ് ആട്ടോ പർച്ചേസ് ചെയ്ത്, എനിക്ക് കറക്റ്റാണ്. ടോപ്പായിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോഴും എനിക്ക് ഈ ഒരു ഷ്രഗ് കറക്റ്റാട്ടോ. ഒരു ലൂസ് ഫിറ്റ് പോലെ വരും. ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷ്രഗ് ആട്ടോ. ഇത് നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പല ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇത് ഷ്രഗായിട്ട് യൂസ് ചെയ്യാം.
ആൻഡ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ ഈ ഒരു ഷ്രഗ് അടിപൊളിയാണ്. പല കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച സൈസ് ലാർജ് ആണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്ത് 323 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ വൈറ്റ് ടോപ്പാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ടോപ്പാട്ടോ. മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ്. പിന്നെ സെൽഫ് ഡിസൈൻ ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതിലും നേരത്തെ ഞാൻ കാണിച്ചില്ലേ ബ്ലാക്ക് ഷർട്ട്, അതിൻ്റെ മോഡൽ ഡിസൈൻ വരുന്നുണ്ട് മൊത്തം. ഇതിൻ്റെ മെറ്റീരിയൽ ജോർജറ്റാട്ടോ. ആൻഡ് ഇവിടെ ആണെങ്കിൽ സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്. ഇവിടെ പഫ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ നെക്കിൽ മൊത്തം ഒരു കുഞ്ഞ് ലേസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ബട്ടൺസ് ഉണ്ട്. ഇവിടെ ആണെങ്കിലും ലേസ് ഉണ്ട്. സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട്. നമ്മളിത് ഇൻസൈഡ് ആക്കിയിട്ട് സ്റ്റൈൽ ചെയ്ത് അടിപൊളിയായിരിക്കും. പിന്നെ ഇതും സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ. ഇങ്ങനെയാണ് ബാക്ക്. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. പിന്നെ ഞാനിത് എൻ്റെ നോർമൽ സൈസിനേക്കാളും ഒരു സൈസ് അപ്പാണ് മേടിച്ചത്. ഇത് ലാർജാണ് സൈസ് വരുന്നത്. ലാർജ് നല്ല ലൂസാട്ടോ. ഇൻസൈഡ് ആക്കിയിട്ട് സ്റ്റൈൽ ചെയ്ത് അടിപൊളിയായിരിക്കും. നമുക്കിത് ജീൻസ്, പലാസോ, സ്കേർട്ടിൻ്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യാം. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് പല കളർ ബോട്ടംസിൻ്റെ കൂടെ ഇത് സ്യൂട്ടബിൾ ആവും. പിന്നെ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട്, ഒരു മെറൂൺ കളർ. പക്ഷേ അത് മൊത്തം വൈറ്റ് അല്ല കേട്ടോ. ഇവിടെ വരുന്ന ഈ ഒരു ലേസ് മാത്രം വൈറ്റ് ആണ്, ബാക്കി മൊത്തം മെറൂൺ ആണ് വരുന്നത്. അങ്ങനെ കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച്. അപ്പോൾ ഞാൻ മേടിച്ച സൈസ് ലാർജ് ആണ്. പിന്നെ ഞാനിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 362 റുപ്പീസാണ്. ഞാൻ പർച്ചേസ് ചെയ്ത് 343 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ്. മൊത്തം ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പാട്ടോ. ആക്ച്വലി ഇതൊരു ഷർട്ടാണ്. ഇവിടെ ഇങ്ങനെ കോളർ ഉണ്ട്. പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആട്ടോ. സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ സ്ലീവ് എൽബോയുടെ താഴെ വരെ നിൽക്കുന്നുണ്ട് കേട്ടോ പിക്ചറിൽ. പക്ഷേ എനിക്കിത് എൽബോയുടെ മേളിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു മോഡൽ വരുന്ന വേറൊരു ഡ്രസ്സ് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടത്. അതാണെങ്കിൽ എനിക്ക് മീഡിയം സൈസ് കറക്റ്റാണ്. ഈ ഒരു സ്ലീവ് ആണെങ്കിൽ പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെ എൽബോയുടെ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്ത്. എനിക്കാണെങ്കിൽ ലാർജ് ആട്ടോ കുറച്ചുകൂടി ഫിറ്റായിട്ട് വരുന്നത്. മീഡിയം എനിക്ക് അത്ര കുറച്ച് ചെറിയ രീതിയിൽ ടൈറ്റാണ്. ഈ എലാസ്റ്റിക്കൊക്കെ ടൈറ്റാണ്. പിന്നെ ഞാൻ മുന്നേ മേടിച്ച ആ ഒരു ഷർട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ച് ചെറുതാട്ടോ. അപ്പോൾ മീഡിയം എനിക്ക് മുന്നേ ഞാൻ മേടിച്ചുകൊണ്ട് മീഡിയം എനിക്ക് കറക്റ്റ് ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മോഡലിൽ വരുന്ന വേറെ ഷർട്ട് പർച്ചേസ് ചെയ്തത്, വേറെ ലിങ്കിൽ നിന്നാട്ടോ. അപ്പോൾ ഈ ഒരു സെയിം മോഡൽ കണ്ടപ്പോൾ ഞാൻ ഈ ഒരു മീഡിയം സൈസ് പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ മീഡിയം എനിക്ക് കറക്റ്റ് അല്ല, ലാർജാണ് എനിക്ക് കുറച്ചുകൂടി കറക്റ്റായിട്ട് വരുന്നത്. മീഡിയം മേടിച്ചിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് പിക്ചറിൽ കാണിക്കുന്ന അത്ര എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. മെറ്റീരിയൽ വരുന്നത് ഇവിടെ റയോൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിത് തൊട്ടിട്ട് ഒരു ക്രേപ്പ് മെറ്റീരിയലായിട്ടാട്ടോ തോന്നിയത്. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഷർട്ടാട്ടോ. പ്രിൻ്റൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട്. ഇത്ര ലെങ്ത് ഉണ്ട്. ഇൻസൈഡ് ആക്കിയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാം, അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്ലീവിൻ്റെ ലെങ്ത്ത് പിക്ചറിൽ കാണിക്കുന്ന അത്ര ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 285 റുപ്പീസാണ്. ഞാൻ പർച്ചേസ് ചെയ്തത് 259 റുപ്പീസിനാണ്. സോ ഇതാണ് നമ്മുടെ മീഷോ ഹോൾ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.